വിജയകുമാർ, വലിയ സംഘർഷമാണ് കണ്ണൂർ ഗവൺമെന്റ് ITI ക്യാമ്പസിൽ നടന്നത്. SFI KSU പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയും വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. അതിൽ ഗുരുതരമായി പരിക്കേറ്റത് KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിനാണ്. റിബിനെ ആശുപത്രിയിലേക്ക് പോലീസ് ഇടപെട്ടാണ് മാറ്റിയത്. അതായത് ഈ സംഘർഷങ്ങളുടെ ഇപ്പോൾ ഈ സംഘർഷത്തിന് ഇവിടെ അയവ് വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ പോലീസ് ഇടപെടുകയും വിവിധ രാഷ്ട്രീയ നേതാക്കളടക്കം CPM-ന്റെ നേതാക്കൾ, SFI-യുടെയും KSU-വിന്റെയും ജില്ലാ നേതാക്കളൊക്കെ സംഭവ സ്ഥലത്തേക്കും വരികയും വലിയ പോലീസ് സന്നാഹം സ്ഥലത്തെത്തുകയും കണ്ണൂർ ACP രത്നകുമാർ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തേക്ക് വന്നിരുന്നു. അതായത് ഈ ഭാഗത്ത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ക്യാമ്പസ് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പസിൽ സംഘടനാ സ്വാതന്ത്ര്യം SFI KSU-വിന് അനുവദിക്കുന്നില്ല എന്നതാണ് അവരുടെ പരാതി. അവർ SFI-യുടെ അടക്കം കൊടിമരം ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ KSU-വിൻ്റെ ഒരു കൊടിമരം സ്ഥാപിച്ചു. ആ കൊടിമരം SFI തകർത്തു. പിന്നാലെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകാൻ തങ്ങൾക്ക് അവകാശമുണ്ട്, അതിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSU-വിൻ്റെ ജില്ലാ നേതാക്കളടക്കം ക്യാമ്പസിലേക്ക് വരികയും ഇവിടെയുള്ള യൂണിറ്റിലുള്ള ഈ ക്യാമ്പസിൽ പഠിക്കുന്ന KSU പ്രവർത്തകർ അവരോടൊപ്പം ചേരുകയും ചെയ്തു. പക്ഷേ അവരെ SFI പ്രവർത്തകർ തടഞ്ഞു വെച്ചു. അതിനിടെ KSU ഒരു കൊടിമരം, ഇവിടെയുള്ള ഒരു വിളക്ക് കാലിൽ ഒരു കൊടി സ്ഥാപിച്ചു. ഇത് SFI-യുടെ കൊടിയാണ്. മറ്റൊരു സമാനമായ വിളക്ക് കാലിൽ അവരുടെ കൊടി സ്ഥാപിച്ചു. അത് വീണ്ടും SFI പ്രവർത്തകർ അവിടെ നിന്ന് പറിച്ച് പുറത്തേക്ക് എറിഞ്ഞു. അതിനിടെ തർക്കമുണ്ടായി. ആ സമയത്തും ക്യാമ്പസിൽ പോലീസിന്റെ സാന്നിധ്യമുണ്ട്. പിന്നാലെ വാക്കുതർക്കവും വലിയ സംഘർഷവും ഏറ്റുമുട്ടലിലേക്കും പോയി. പോലീസ് ലാത്തി വീശലിൽ തന്നെ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. അതിനിടെ ഒറ്റപ്പെട്ട ഒരു പ്രവർത്തകൻ ഈ ക്യാമ്പസിന്റെ മുൻഭാഗത്ത് തന്നെ KSU-വിന്റെ യൂണിറ്റ് പ്രസിഡന്റ് ഇവിടെ ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥിയെ SFI പ്രവർത്തകർ വളഞ്ഞു വെച്ച് ആക്രമിച്ചു എന്നാണ് KSU ആരോപിക്കുന്നത്. ആ വിദ്യാർത്ഥിക്ക് ഏതായാലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. റിബിനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോലീസ് ഇടപെട്ടാണ് പിന്നാലെ കൊണ്ടുപോയത്. പോലീസ് ആ സമയത്ത് ക്യാമ്പസിലുണ്ട്. പക്ഷേ ആക്രമണം തടയാനായില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പിന്നാലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്തി. അവരോട് നമ്മൾ ചോദിച്ചു, കാരണം ഏത് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും ഇങ്ങനെ ക്രൂരമായും മർദ്ദിക്കുക എന്നത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ അക്രമമാണ് ആ വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായത്. മറ്റു വിദ്യാർത്ഥികൾക്ക് നേരെ പരസ്പരം അവർ ഹെൽമറ്റും കല്ലുകളും ഒക്കെ ഉപയോഗിച്ച് പരസ്പരം ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഈ ഭാഗത്താണ് ആ വിദ്യാർത്ഥി ഒറ്റപ്പെട്ടു പോയത്. അവിടെ SFI പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുകയായിരുന്നു. അതിനിടെയാണ് ആ വിദ്യാർത്ഥിയെ ക്രൂരമായി ആക്രമിച്ചത്. അത് കേവലമായ തർക്കങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റ് വലിയ തർക്കങ്ങളിലേക്കൊന്നും യഥാർത്ഥത്തിൽ പോയിരുന്നില്ല. പുറത്തുനിന്നുള്ള KSU പ്രവർത്തകർ വന്നു, ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ.